നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചതായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ തുറന്നു പറച്ചിൽ. ഇക്കാര്യത്തിൽ പാർട്ടി ആഴത്തിൽ തിരുത്തൽ നടത്തും. തിരുത്തൽ നടപടികൾ എങ്ങനെ വേണം എന്ന് വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിക്കുമെന്നും MA ബേബി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളോട് ശക്തമായി പ്രതികരിക്കാതിരുന്നതും തിരിച്ചടിയായെന്നും MA ബേബി പ്രതികരിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ കാര്യം പറയാൻ കഴിയില്ല. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കാണോ വീഴ്ചയെന്ന് ചോദിച്ചാൽ വ്യക്തികൾ ചേർന്ന പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറയാം. ഓരോ അംഗത്തിനും വീഴ്ച വന്നു. പാർട്ടിക്ക് പലതലത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്നത് ശരിയാണെന്നും MA ബേബി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ, വീഴ്ച, അതാണ് എൻ്റെ ദൃഷ്ടിയിൽ ഈ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ കൂട്ടത്തിൽ പല തെറ്റുകുറ്റങ്ങളും പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം. പ്രചാരണം നയിച്ച ആളുകൾക്ക് തെറ്റുപറ്റിയെന്ന് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമില്ല. മറ്റു കാര്യങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണെന്നും MA ബേബി പറഞ്ഞു. ഇങ്ങനെയെല്ലാമുള്ള വിമർശനങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ നടത്തിയതാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റും സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ച ഒരു അവലോകന റിപ്പോർട്ടുണ്ട്. അതിനകത്ത് പ്രചരണം നയിച്ച ആർക്കെങ്കിലും ഒന്നെങ്കിലും തെറ്റുപറ്റിയെന്ന് കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങളുണ്ടായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലരുടെ പെരുമാറ്റമല്ല. പാർട്ടിയിൽ പെരുമാറ്റത്തിൽ അടിമുടി മാറ്റം വേണം. ജനങ്ങളോടുള്ള വിനയം, കേൾക്കാനുള്ള മനസ്സ് എന്നിവ വേണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. എല്ലാ നിലവാരത്തിലും പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൽ ചില തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയിൽ പൊതുവിൽ എല്ലാ തലത്തിലും ജനങ്ങളോട് പെരുമാറുമ്പോൾ പുലർത്തേണ്ട വിനയം, അവർ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ, അവർ പറയുന്നത് കേട്ടതിന് ശേഷം ക്ഷമാപൂർവ്വം മറുപടി പറയാനുള്ള ജനാധിപത്യ മര്യാദ പാർട്ടിയിൽ അടിമുടി ഉണ്ടാവണം. സെപ്റ്റംബറിലാണ് വിശാല സംസ്ഥാന സമിതി യോഗം ചേരുക. മീഡിയ 1 ഡൽഹി.